ഷൂ വാങ്ങാൻ വന്നതാണോ? കിട്ടിയോ? അടി സാറ് എല്ലാരും അടി തന്നെ. അടിയാ കിട്ടിയത്? ഷൂ കിട്ടിയില്ല. ആരോടെ കിട്ടിയ? സാറിനോട് അടിച്ചെന്ന്. ഫോണിൽ വീഡിയോ എടുത്ത് അപ്പൊ ആ ഫോൺ വാങ്ങി ഡിലീറ്റ് ആക്കാം. ആ ഫോൺ വാങ്ങി വീഡിയോ ഡിലീറ്റ് ആക്കി എടുത്ത് അപ്പൊ ആ സാറാ കണ്ട് ആ സാറിനോട് ഫോൺ വാങ്ങി ഫോൺ തരില്ല സ്റ്റേഷനിൽ വന്ന് എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്? അറിയില്ല. ഓല അടിക്കുന്ന വീഡിയോ ഉണ്ടായില്ലേ, അതിൽ മക്കൾ അടിക്കുന്ന വിടുന്നു. അടിക്കുന്ന വീഡിയോ ഉണ്ടായില്ലേ, ഒരാൾക്ക് വരക്കെ കാലിന്റെ ചിരട്ടന്റെ അവിടെ ചെത്തിക്കണ്, കൈന്റെ അവിടെ കടയാളൊക്കെ ഉണ്ട്. പിള്ളേരെ അമ്മ അടിട്ടിരിക്കണ്. അടി കിട്ടിയിട്ടുണ്ട്. ഓലെല്ലാരും ഓടിച്ചു. 14 വയസ്സ്. എന്തിനാ ഈ കുട്ടികളെ അടിച്ചിരിക്കുന്നത്? കുട്ടികളെ അടിച്ചിരിക്കുന്നത് എന്തിനാണ്? മോന്റെ പേരെന്താണ്? പേര് പറയൂ. എസ്ഐയുടെ പേര് സർ മിജോ ജോസ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് അടിച്ചിരിക്കുന്നത്. സർ മിജോ ജോസ് എന്ന് പറയുന്ന ഒരു ഇവർക്കെതിരെ ഇതാണ് ഇദ്ദേഹമാണ് അടിച്ചത് എന്നാണ് പേര് കാണിക്കൂ. അദ്ദേഹത്തിന്റെ അടിച്ചത് മിജോ മിജോ ജോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികളെ അടിച്ചു. അതായത് 14 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥികളെ പോലും മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ്. ലാത്തി വീശാതെ എങ്ങനെയാണ് അപ്പൊ ഓന്റെ കാല കൊടിഞ്ഞത്? ഇവന്റെ വേറെ ഒരുത്തന്റെ കൈ ഒടിഞ്ഞ് ഓന് വീട്ടിൽ പോയി. ലാത്തി വീശാണ്ട് ഒരുത്തന്റെ ഇവിടെ കാലിന് മുറി ഇടുന്നാണ് ഇവിടെ ചിരട്ടന്റെ ഇവിടെ. എന്നിട്ട് ചോര എന്നാണ്ട് ഓനെ വിളിച്ചാണ്ട്. ആ കുട്ടി പോയി. ഓൻ ഹോസ്പിറ്റലിൽ പോയത്. എവിടെയുള്ള ആളാണ്? ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അടുത്തുള്ളല്ലേ ഇവന് വീഡിയോ എടുത്തതിന് ഓനെ ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് ഫോൺ ചോദിച്ചിട്ട് കൊടുക്കണല്ല. എന്നിട്ട് ലാസ്റ്റ് വേറെ സാറന്ന് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഫോൺ തന്നു. ആ കുട്ടിയെ അടിക്കുന്നതിന് ദൃശ്യം ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ദൃശ്യം എടുത്ത് വീഡിയോ കിട്ടി. അപ്പൊ വേറെ സാറ് കണ്ടു ഈ സാറിന് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ആ സാറിനോട് ഫോൺ വാങ്ങി. എന്നിട്ട് ഫോൺ ഇനി തരില്ല, സ്റ്റേഷനിലേക്ക് വരുന്നത് പറഞ്ഞു. അപ്പൊ ആ ഫോൺ വാങ്ങിയപ്പോ ഫോൺ തരാൻ പറഞ്ഞു. അപ്പൊ ആ സാറ് വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടാ ഫോൺ തന്നെ. പ്രശ്നം കണ്ട് സാർമാരെ അടിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ വർഷം കണ്ടു വന്ന 5:30 വന്നു രാവിലെ മാത്ര. ഇവിടെ വന്നപ്പോ ഷോപ്പ് തുറക്കൂല പറഞ്ഞ് അടിച്ചു പോയപ്പോ എല്ലാരും രാവിലെ തിന്നു. ഇവിടെ ₹1 കൊടുത്താല് ഫ്രീ ഷൂ കിട്ടുന്നു. പൈസ എവിടെ ₹1 ഉണ്ടോ? എന്തായിരുന്നു? വയനാട്ടിൽ എവിടെ? വയനാട് മാനന്തവാടി. എപ്പോഴാ എത്തിയേ? രാവിലെ 4 മണിക്ക്. ₹1 നോട്ടോ ആയിട്ട് എന്നതാണ്. ₹1 വെള്ളിയോർമ്മ. ഈ ഓഫർ കണ്ട് വന്നതാണോ? ഷൂ കിട്ടി വന്നിട്ട്? ഷൂ കിട്ടിയില്ല. നമ്മൾ 3 മണിക്ക് നോമ്പ് നോറ്റി ഇവിടെ വന്ന് നിൽക്കാണ്. ഇവിടെ ടോക്കണൊക്കെ അമ്മ കിട്ടി. ഇപ്പൊ ടോക്കൺ കിട്ടിയോളൂ. ഇപ്പൊ കുടുങ്ങിയില്ലേ? അങ്ങനെയാണ് ഇപ്പൊ. കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുണ്ട്. പാലക്കാട് ഇന്നലെ വന്നിട്ട് ബീച്ചിൽ 100 കണക്കിന് ആൾക്കാർ രാത്രി ബീച്ചിൽ കടന്നു തുടങ്ങിയിട്ടുണ്ട്.